ചോദ്യം ചോദിക്കുന്ന ഓരോ വ്യക്തിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ഡേറ്റ്സിനെ കുറിച്ച്, ട്രെയിനിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിനെ കുറിച്ചിട്ട് എല്ലാം ചോദ്യം ചോദിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഡിസ്ക്രിപ്ഷനിൽ 2 ലിങ്ക് ഉണ്ട്. ഒന്ന് മലയാളത്തിനുള്ള ലിങ്ക്, ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്കും, മറ്റത് ഇംഗ്ലീഷ് വാട്സപ്പ് ഗ്രൂപ്പിലേക്കുള്ള ലിങ്ക്. അതിൽ ഏതിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അല്ലെങ്കിൽ 2ലും ജോയിൻ ചെയ്യാം. I'll see you in the WhatsApp group. ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ആരുമില്ലേ സെയ്ദ് ചോദിക്കുന്നുള്ള ഉറപ്പാ എനിക്ക്. സെയ്ദ് മാത്രമേ ഉള്ളൂ. ഒരു ആരും ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ചോദിക്കട്ടെ, എന്ത് തരത്തിൽ. പാവത്തിന് മലയാളം അറിയില്ല, മനസ്സിലാക്കാം. മലയാളം അറിയാത്ത മംഗലാപുരത്തായിരുന്നു. എന്നിട്ടാണ് ഇങ്ങനെ മലയാളം കഷ്ടപ്പെട്ട് നമ്മളോടൊക്കെ പറഞ്ഞത്. ഓക്കെ സെയ്ദ്, ഗോ ഹെഡ്. പവർ ഓഫ് തോട്ട്സിൽ ഞാനൊന്ന് ലിസൺ ചെയ്ത റിഗാർഡിങ് പെൻഷനിന്റെ കുറിച്ചിട്ട്. ഇപ്പൊ ഗവൺമെന്റ് എംപ്ലോയീസിന് ഓൾറെഡി നിങ്ങൾ പറഞ്ഞ പെൻഷൻ ഉണ്ട്, അവർക്ക് പ്രശ്നമൊന്നുമില്ല റിട്ടയർഡ് ലൈഫിൽ. മെയിൻ ആയിട്ട് ഞങ്ങൾ പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ ഇതിൽ പെടുന്നത് പെൻഷൻ ഇതാവുന്നില്ല, പെൻഷൻ ചെയ്യുന്നില്ല. ഇതിന് ഞങ്ങൾ എങ്ങനെ ഹാബിറ്റ് ആയിട്ട് മാറ്റാം, പെൻഷൻ സേവ് ആക്കിയിട്ട് ഫ്യൂച്ചറിൽ ആഫ്റ്റർ റിട്ടയർഡിന് വേണ്ടിയിട്ട്? ഓക്കെ, വെരി ഗുഡ്. ഞാൻ ചോദ്യം ഒന്നുകൂടെ പറയാം, കാരണം അദ്ദേഹത്തിന് മലയാളം അത്ര ക്ലിയർ അല്ലാത്ത കാരണം. ചോദ്യം അതാണ്, നമ്മളൊരു ഗവൺമെൻറ് എൻറ്റിറ്റിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ നമുക്ക് പെൻഷൻ കിട്ടും. അത് ചില സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ പെൻഷൻ പോലും ഉണ്ടാവില്ല. അപ്പം ലെറ്റ്സ് സേ നമുക്ക് പെൻഷൻ ഉണ്ടെന്ന് വിചാരിക്കും, ഒരു ടീച്ചർ എന്ന നിലയിലൊക്കെ പെൻഷൻ ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ചോദ്യം, നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുമ്പം നമുക്ക് പെൻഷനൊന്നുമില്ല, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് നമ്മൾ എന്താ ചെയ്യുക? വളരെ സിമ്പിളാണ്, നമ്മൾ നോക്കാം. ഓക്കെ, നമ്പർ 1, ഇതിനാണ് മണി മാനേജ്മെന്റ് എന്ന് പറയാം. എല്ലാവരും എന്ന ടൈപ്പ് ചെയ്യാം, മണി മാനേജ്മെന്റ്, ഹൗ ടു മാനേജ് യുവർ മണി എന്നുള്ള. അപ്പം നമുക്കൊരു ജോലി ഉണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു സ്ഥിരമായിട്ടുള്ള ജോലി, അത് ഇന്ത്യയിലാവാം, ഗൾഫ് കൺട്രീസിലാവാം. അപ്പോൾ ഗൾഫ് കൺട്രീസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു കൺട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥിരമായിട്ടൊരു ജോലി ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല, നമുക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചിരിക്കണം. നമ്മൾ ചിലപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മളെ മക്കളൊക്കെ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അറിയേണ്ടത് നമ്മൾ ഇൻകം എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നുള്ളത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്കുള്ള ആ ഇൻകം ചിലപ്പം കുറവാന്ന് വിചാരിക്കുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും എപ്പോഴും കുറവാണെന്നുള്ള വിചാരിക്കുന്ന ആൾക്കാർ നമ്മളെല്ലാവരും അല്ലേ. അപ്പോൾ അത് കുറവാന്ന് വിചാരിക്കുക, എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യണില്ല എന്ന് വിചാരിക്കുക. മക്കളുണ്ട്, മക്കൾ വലുതാവുന്നുണ്ട്, ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കണം, ആദ്യത്തെ കാര്യം നമ്മൾ ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ എങ്ങനെയാണ് എനിക്ക് ഇൻകം വർദ്ധിപ്പിക്കാൻ പറ്റാന്നുള്ളത്. എങ്ങനെയാണ് ഒരു ഇൻകം എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റാം? നിങ്ങൾ ജോലിയും ചെയ്യുന്നുണ്ട്, ഒരു സ്ഥലത്ത് ജോലിയുണ്ട്, പക്ഷെ എനിക്ക് എങ്ങനെ ഇൻകം വർദ്ധിപ്പിക്കാൻ പറ്റാന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻസ് ഉള്ളത് ചിലപ്പോൾ അത് ഓൺലൈനിൽ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാം. നിങ്ങൾ ജോലി ചെയ്യേണ്ട ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം ഓൺലൈൻ കൂടെ ട്രേഡിങ്ങോ, അല്ലെങ്കിൽ ട്രേഡിംഗ് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ് കുഡ് ബി സെല്ലിംഗ് ഓഫ് തിങ്സ് വാട്ട് എവർ ഇറ്റ് ഇസ്. സ്റ്റോക്ക് മാർക്കറ്റ് അല്ല ഞാൻ സ്പെസിഫിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്, അതും ആവാം. അതിനൊക്കെ പഠിച്ചിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ ഒന്നിലും പോയിട്ട് നിങ്ങൾ വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടിലാവരുത്. സോ നിങ്ങൾ ആലോചിക്കുക, എന്തൊക്കെയാണ് എനിക്ക് ഓൺലൈനിൽ അല്ലെങ്കിൽ ഫ്രീ ടൈമിൽ എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, സ്പെയർ ടൈമിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ചിട്ട് അത് ചെയ്യാം. അത് ചെയ്തിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുക, അവിടുന്ന് ഇൻകം ജനറേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ നോക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് ആലോചിക്കേണ്ടത്. കാരണം ഒരു ഇൻകമിനേക്കാളും നല്ലതാണ് 2 ഇൻകം സ്ട്രീം, എല്ലാത്തിനേക്കാളും നല്ലതാണ് 3 ഇൻകം സ്ട്രീം ആൻഡ് സോ ഫോർത്ത്. ഓക്കെ, ദാറ്റ്സ് നമ്പർ 1. നമ്പർ ടു ഒരു എക്സാമ്പിൾ. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ, ഞാൻ ഇപ്പോഴത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ എനിക്കൊരു ട്രെയിനിങ് ഉണ്ടെന്ന് വിചാരിക്കും. എൻ്റെ കീ ഫ്ലാഗ്ഷിപ്പ് ട്രെയിനിങ്ങിൻ്റെ പേര് ലീപ്പ് എന്ന LEAP, അതായത് ലീഡർഷിപ്പ് എംപവർമെൻറ്റ് ആക്സിലേറ്റഡ് പ്രോഗ്രാം. നിങ്ങളൊക്കെ അതിലാണ് പങ്കെടുക്കുന്നത്. അതാണ് ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാനുള്ള കാരണം. അപ്പോൾ അതിൻ്റെ ഒരു ഇൻകം സ്ട്രീമാണ്. എനിക്ക് ഇതിൻ്റെ ഇൻകം കൂട്ടണമെന്ന് വിചാരിക്കാം. എൻ്റെ ഇൻകം എനിക്ക് കൂട്ടണമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും, ഞാൻ ചിലപ്പോൾ വേറെ കോഴ്സ് ആയിട്ട് വരും. ലെറ്റ്സ് സേ CTCM എന്നുള്ള കോച്ച് മാസ്റ്റർ എന്ന ഒരു പ്രോഗ്രാമായിട്ട് വന്നതെന്ന് വെച്ചാൽ എനിക്ക് 2ാമത്തെ ഇൻകം സ്ട്രീം വന്ന്, പിന്നെ 3ാമത്തെ PSPM എന്ന് പറഞ്ഞാൽ വേറെ കോഴ്സ് ആയിട്ട് വന്നു. അപ്പോൾ 3ാമത്തെ ഇൻകം സ്ട്രീം വന്ന്. അതായത് ചിലപ്പം ആദ്യത്തെ കോഴ്സിന് പങ്കെടുക്കുന്ന ആൾക്കാർ തന്നെ ചിലപ്പോൾ 2ാമത്തെ കോഴ്സിന് വരും, 3ാമത്തെ കോഴ്സിന് വരും. അപ്പം എൻ്റെ ഇൻകമാണ് കൂടുന്നത്. എക്സ്ക്യൂസ് മീ. അപ്പോൾ ഇതേപോലെ നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾ ജോബ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇൻകം നമുക്ക് 1, 2, 3 എന്നുള്ള രീതിയിൽ നമുക്ക് ഇൻകം എങ്ങനെ കൂട്ടാൻ പറ്റും എന്നുള്ള ആദ്യം ആലോചിക്കാം. നമ്പർ 2, നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ് സേവിങ്സ് എന്നുള്ള ഹാബിറ്റ്. സ്പെൻഡിങ് എന്നല്ല, സേവിങ്സ് എന്നുള്ള ഹാബിറ്റ്. അപ്പം നമുക്ക് എത്ര റുപ്യ കിട്ടിയാലും, അല്ലെങ്കിൽ എത്ര ഡോളറോ റിയാലോ വോട്ടവോ എന്തൊക്കെ കിട്ടിയാലും അതിന് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് ഞാൻ ഡയറക്റ്റ്ലി ഒരു സേവിങ്സ് അക്കൗണ്ടിൽ ഞാൻ കൊണ്ടുപോയി സേവ് ചെയ്യാൻ പോകണം.
അത് ആ പൈസ തൊടാൻ പാടില്ല. അത് എന്ത് തന്നെ ആയാലും നിങ്ങൾ തൊടാൻ പാടില്ല. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ലെറ്റ്സ് സേ അതൊരു 20% ആണ്, നിങ്ങളുടെ സാലറിൻ്റെ 20% ആണെങ്കിൽ അത് മാറ്റിവെക്കുക, അത് തൊടരുത്. ബാക്കിയുള്ള അമൗണ്ടായിട്ട് മാത്രമേ നിങ്ങൾ കളിക്കാൻ പാടുള്ളൂ. ഇനി ബാക്കിയുള്ള അമൗണ്ടിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം എന്താണ് നിങ്ങളുടെ സീലിംഗ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, സീലിംഗ് എന്ന് പറയും, അല്ല ലിഡ് എന്ന് പറയും. ഓക്കെ, ഒരു മൂടി എന്നല്ല അടപ്പ് എന്നുള്ള രീതിയാണ് അത് പറയുന്നത്. അതിനാണ് നമ്മൾ ബഡ്ജറ്റിംഗ് എന്ന് പറയാം. അതായത് എത്ര അമൗണ്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ലെറ്റ്സ് സേ നമുക്ക് കിട്ടിയത് 50,000 റുപ്യ എന്ന് വിചാരിക്കുക, ശമ്പളം കിട്ടുമെന്ന് വിചാരിക്കുക. അപ്പോൾ 50,000 ഉള്ളിലേക്ക് വന്നു, 10,000 നേരെ നമ്മൾ ഇതിലേക്ക് സേവിങ്സിൽ പോയി, 40,000 റുപ്യ മാത്രമേ ഉള്ളൂ എൻ്റെ അടുത്തുള്ളത്. ആ 40,000 റുപ്യ വെച്ചിട്ട് എങ്ങനെയാണ് ഞാൻ ഒരു മാസം ഞാനും എൻ്റെ വൈഫ് ജീവിക്കുക എന്നുള്ള അതാണ് നമ്മൾ ചോദിക്കേണ്ടത്. അപ്പം അതിന് എന്തൊക്കെയാണ് വേണം? എക്സ്പെൻസ്, വീട്ടിലെ എക്സ്പെൻസ് ഉണ്ടാവും, അത് മാറ്റിയേക്കാം. അതേപോലെ തന്നെ നമ്മൾ പാരൻസിന് ചിലപ്പോൾ വീട്ടിലേക്ക് അയക്കേണ്ടി വരും, നാട്ടിലേക്ക് അയക്കേണ്ടി വരും, അത് മാറ്റിയേക്കാം. അത് കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കണം, ഇത്ര എമൗണ്ട്. അപ്പോൾ നമ്മൾ നിശ്ചിത അമൗണ്ട് നമ്മൾ ബാങ്കിൽ കിട്ടും. അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 വർഷം കഴിഞ്ഞാൽ അത് ചിലപ്പം 2,40,000 റുപ്യൊക്കെ ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ആ അമൗണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ശരിക്കും നല്ലൊരു അഡ്വൈസറിനോട് ചോദിച്ചിട്ട് നിങ്ങൾ ചെയ്യാം. നിങ്ങൾക്കത് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണ് അസറ്റ് ആയിട്ടുള്ളത് അതിന് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരിക്കലും 2 കാര്യത്തിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഒന്നും കൂടെ ശരിക്കും ശ്രദ്ധിക്കുക. ആദ്യ ഘട്ടത്തിൽ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ഇപ്പം പറഞ്ഞത്. ഓക്കെ, നമ്പർ 1, നിങ്ങൾ വീട്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. വീട് ഡെവലപ്പ് ചെയ്യാനോ വീട് വലുതാക്കാനോ അതിന് വേണ്ടിയിട്ട് ഈ അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്, നമ്പർ 1. നമ്പർ 2, വാഹനങ്ങൾ വാങ്ങിക്കാനോ ഒന്നിനും പാടില്ല. ഒന്നും കൂടെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞേട്ടെ. വീടിന് വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾ കിട്ടിയ തുക ലെറ്റ്സ് സേ 5 ലക്ഷം ഉണ്ടെന്ന് വിചാരിക്കാം. ആ 5 ലക്ഷം റുപ്യ നിങ്ങൾ വീട്ടിന് മേലെ ചിലവാക്കലോ അല്ലെങ്കിൽ വീട് വലുതാക്കാനോ ഉള്ള ഉദ്ദേശത്തിൽ ആ പണം ഉപയോഗിക്കാൻ പാടില്ല. അതേപോലെ വാഹനങ്ങൾ വാങ്ങിക്കുക, അതിനു വേണ്ടി നിങ്ങൾ ഉപയോഗിക്കരുത്. കാരണം ഇത് രണ്ടും ലാബിലിറ്റിയാണ്, അത് അസറ്റ് അല്ല. ശരിക്കും മനസ്സിലാക്കുക, അതിൻ്റെ ഡെഫിനേഷൻ ശരിക്കും മനസ്സിലാക്കുക. അസറ്റ് അല്ല. വീട് നമുക്ക് തോന്നും അസറ്റാണ്, വാഹനം നമുക്ക് തോന്നും അസറ്റാണ്. ഇത് രണ്ടും അസറ്റ് അല്ല, ഇത് ലാബിലിറ്റിയാണ്. അസറ്റ് ആവും എങ്ങനെ? നിങ്ങളൊരു വീട് ഉണ്ടാക്കി അത് വാടക കൊടുക്കുകയാണെങ്കിൽ അത് അസറ്റ് ആവും. എത്ര പേർക്ക് മനസ്സിലായത്? ഒരു വീട്, ആ പൈസ നിങ്ങൾ 5 ലക്ഷം റുപ്യ, 5 ലക്ഷം കൊണ്ട് വീട് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ള അറിയാം. ലെറ്റ്സ് നമ്മൾ 5 ലക്ഷം കൊണ്ട് ഒരു വീട് ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. ആ വീട് നിങ്ങൾക്ക് വാടക കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് അസറ്റായി മാറി. അല്ലാതെ നിങ്ങൾ സ്വന്തമായിട്ടൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അത് അസറ്റ് അല്ല, ലാബിലിറ്റി ആയിട്ട് മാറി. നമ്പർ 2, ഒരു വാഹനം വാങ്ങിക്കുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വാഹനം വാങ്ങിക്കുകയാണെങ്കിൽ അത് ലാബിലിറ്റി ആയി മാറി. അതേ സമയത്ത് ഒരു വാഹനം അത് വാടക ഓടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റെൻറ്റിന് കൊടുക്കാനാണെങ്കിൽ അത് ഒരു അസറ്റായി മാറി. അപ്പം നിങ്ങൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളത് ശരിക്കും ആലോചിച്ചിട്ട് ചെയ്യുക. എന്നിട്ട് 3-ാമത്തെ ഘട്ടം ഇതറിയാം. നിങ്ങൾ റിട്ടയർമെൻറ്റ് ആകുമ്പോഴേക്കും അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ 2 വർഷം കഴിയുമ്പോഴേക്കും നിങ്ങൾ ടൈമാണ് ട്രേഡ് ചെയ്യണത്. നിങ്ങൾ വർക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നിങ്ങളവിടെ നിങ്ങളെ സമയം ചിലവാക്കിയിട്ടാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് സാലറി കിട്ടുന്നത്. ദാറ്റ് ഇസ് നമ്പർ 1. പക്ഷേ അത് കൂടാതെ നിങ്ങൾ ഈ ഒരു അമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത അമൗണ്ട് അത് സ്വന്തമായിട്ട് വർക്ക് ചെയ്തിട്ട് വേറെ ഇൻകം അതും ജനറേറ്റ് ചെയ്യണം. സോ ഇൻ അതർ വേർഡ്സ്, നിങ്ങളുടെ allow the money to work for money. ഒന്നുകൂടെ ഞാൻ പറയാം, allow the money to work for money. നിങ്ങളുടെ പൈസ കൊണ്ടുവരണം, നിങ്ങളും പൈസ കൊണ്ടുവരണം, നിങ്ങളുടെ പൈസ കൊണ്ടുവരണം. അവിടെ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. നാളെ നിങ്ങൾ റിട്ടയർ ചെയ്ത് വരുമ്പം, ഗൾഫ് കൺട്രീസിൽ നിന്ന് റിട്ടയർ ചെയ്ത് വരുമ്പം അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് കമ്പനി നിങ്ങൾ റിട്ടയർ ആകുമ്പം നിങ്ങൾക്ക് പെൻഷൻ എന്ന് പറഞ്ഞ സാധനം കിട്ടാൻ പോകണില്ല. പക്ഷേ നിങ്ങൾക്ക് ഗൾഫ് കൺട്രീസിൽ നിന്ന് ചില കമ്പനിയുണ്ട്, 1 വർഷം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 1 മാസത്തെ ബേസിക് സാലറി തരും. അതാണ്. അപ്പോൾ 10 വർഷം നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 10 മാസത്തെ ബേസിക് സാലറി തരും. അതാണ്. അത് അല്ലാതെ പെൻഷനൊന്നുമില്ല. അപ്പോൾ ആ അമൗണ്ട് ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. ആ അമൗണ്ട് നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പം ഇവിടെ ഒരു ഇൻകം സ്ട്രീം ഓൾറെഡി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം. അല്ലാതെ ഞാൻ ആദ്യം റിട്ടയർ ചെയ്തിട്ട് വന്നതിന് ശേഷം ഞാൻ എന്താണെന്ന് നോക്കി തുടങ്ങട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാൻ പോണില്ല. നിങ്ങളൊരു 5 വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റിട്ടയർ ചെയ്യുമെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ഇനി ഞാൻ വർക്ക് ചെയ്യണില്ല എന്ന് തീരുമാനിക്കുക. എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞത് 50-ാമത്തെ വയസ്സിൽ ഞാൻ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞ് ഞാൻ 50-ാമത്തെ വയസ്സിൽ ആ ഡേറ്റിന് ഞാൻ എൻ്റെ ജോബ് വിട്ട ആളാണ്. അതിനുശേഷം ഞാൻ ആർക്കും വേണ്ടി വർക്ക് ചെയ്തിട്ടില്ല 50th ബർത്ത്ഡേക്ക്. അപ്പോൾ അത് ഓൾറെഡി തീരുമാനിക്കാൻ മുമ്പ് തന്നെ ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിരുന്നു. 2009 തന്നെ ഞാൻ എൻ്റെ ബിസിനസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് എല്ലാം ഓൺലൈനിൽ തുടങ്ങി വെച്ചിരുന്നു. ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിരുന്നു ഞാൻ. അതേപോലെ തന്നെ നിങ്ങൾ ഓൾറെഡി നിങ്ങൾ കാണുകയാണ്, ഒരു 4 വർഷം 3 വർഷം കഴിഞ്ഞിട്ട് ഞാൻ റിട്ടയർ ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രൈവറ്റ് ജോബ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ സ്വന്തമായിട്ട് തുടങ്ങാമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അത് ഒരു 5 വർഷം മുമ്പ് തന്നെ നിങ്ങൾ ഓൾറെഡി ആ ഒരു
ആ ഒരു ഇതിലേക്ക് വരണം, ആ ഒരു സ്ട്രീമിലേക്ക് നിങ്ങൾ പോകണം. എന്നിട്ട് ഇത് രണ്ടും പാരലായിട്ട് കൊണ്ടുപോകണം. ഇത് നമ്മൾ ട്രെയിനിൻ്റെ ട്രാക്ക് പോലെ ഒരു സ്ഥലത്ത് നിങ്ങളെ പ്രൊഫഷൻ, ഒരു സ്ഥലത്ത് നിങ്ങളെ ബിസിനസ് കൊണ്ടുപോയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴേക്കും നിങ്ങളൊരു പുതിയ ട്രാക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കണം. നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ട്രാക്ക്, അതായത് നിങ്ങളുടെ റിട്ടയർമെൻറ്റ് ട്രാക്ക് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കണം. Did I answer your question? Yes, Sensei. Thank you very much. Thank you. I hope you understood It's my Malayalam. Hope you understood wonderful. my Yeah, Malayalam. it's very clear. All Yes. right. Thank you. Thank you.